അപ്പോൾ ഗോപി അങ്ങനെയാണ് അവിടെ ഒരു വാർഷിക പരിപാടി കഴിഞ്ഞതായിരുന്നു. വാർഷിക പരിപാടിയിൽ നാട്ടുകാരെല്ലാം ചേർന്ന് ഒരു വലിയ കുടുംബ പരിപാടി പോലെ നാട്ടുകാരൊക്കെ സഹകരിച്ച് നടത്തിയ പരിപാടിയാണ് ആ പരിപാടി. അപ്പോൾ ആ പരിപാടിയിൽ എല്ലാവരും പങ്കെടുത്തവരാണ്. അപ്പോൾ അതിന്റെ ഓർമ്മകളൊക്കെ, അതിന്റെ ചിത്രങ്ങളൊക്കെ നമ്മളെ കാണിച്ചു തരുന്നൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ആ സങ്കടങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നു ഇവരെല്ലാവരും. അപ്പോൾ നമ്മുടെ ക്യാമറാമാൻ അർഷക്ക് ഈ സ്കൂളിൽ പഠിച്ചതാണ്. അപ്പോൾ അർഷക്ക് മുകളിൽ നിൽക്കുകയാണ്. അപ്പോൾ ഓക്കെ, ഒന്നുമില്ല, നമ്മുടെ ക്യാമറ അർഷക പറഞ്ഞു. അപ്പോൾ അർഷകം പറയുന്നുണ്ടായിരുന്നു ഈ സ്കൂളിൽ പഠിച്ച അർഷകനും ഒക്കെ ഇവരെ ഈ ടീച്ചർമാരെയും അധ്യാപകരൊക്കെ നന്നായി അറിയാവുന്നവരാണ്. അപ്പോൾ ഒരുപക്ഷെ ഈ ഗ്രാമപ്രദേശങ്ങളിലെ സ്കൂളുകളൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കണം. ഗ്രാമപ്രദേശങ്ങളിലെ സ്കൂളുകളിൽ കുറച്ചുകൂടി, ഒരുപക്ഷെ നഗരപ്രദേശങ്ങളിലെ സ്കൂളുകളെക്കാൾ കുറച്ചുകൂടി നാട്ടുകാരും സ്കൂളും തമ്മിലുള്ള വലിയ ഇഴയടപ്പം ഉള്ളതാണ്. അത് ഹെഡ് മിസ്ട്രസ് മാത്രമാണ് വന്നിട്ട് 2 വർഷമായത്. ബാക്കി ആശ ടീച്ചർ അടക്കം ബാക്കി എല്ലാ ടീച്ചർമാരും അവിടെ വന്നിട്ട് വർഷങ്ങളായി അവിടെ പ്രവർത്തിക്കുന്ന ടീച്ചർമാർ തന്നെയാണ്. അപ്പോൾ അതിന്റെ വൈകാരിക ബന്ധം ഒക്കെ ഉണ്ട്. ഈ ടീച്ചർമാരെ പറ്റി പറയുമ്പോഴൊക്കെ ഈ ഹെഡ് മിസ്ട്രസ് ഒക്കെ അവിടെ ഈ മേഖലയിൽ എന്തൊക്കെ പദ്ധതികളുണ്ടോ, കുട്ടികളുടെ കായികവും അല്ലാത്തതുമായ എന്തൊക്കെ പദ്ധതികളുണ്ടോ, ലൈബ്രറി പോലുള്ള എന്തൊക്കെ പദ്ധതികളുണ്ടോ, ആ പദ്ധതികളൊക്കെ സ്കൂളിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ അങ്ങേയറ്റം അധ്വാനിക്കുകയും അങ്ങേയറ്റം കഷ്ടപ്പെടുകയും ചെയ്ത ടീച്ചർ എന്നുള്ളതാണ് ഹെഡ് മിസ്ട്രസിന്റെ പേര് പറയുന്നത്. ബാക്കി അധ്യാപകരെ പറ്റിയും ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഹർഷക്കിന്റെ നാടാണിത്, ഹർഷക്ക് പഠിച്ച സ്കൂളുമാണ്. അപ്പൊ ഇവർക്ക് അറിയാവുന്ന ഹർഷക്ക് അല്ലേ? അതെ, അധികം ആൾക്കാർക്ക് അറിയാം. നമുക്ക് ഇവിടെ അടുത്ത സ്കൂളുകളാണ്. ഇത് ഞാൻ പഠിച്ച സ്കൂളാണ്. ഈ സ്കൂളിൽ പഠിച്ച ഹർഷ പഠിച്ച +1 +2 ഒക്കെ പഠിച്ചു. എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുമ്പോഴേ ഇവർക്കൊക്കെ അധ്യാപകരോട് ഭയങ്കര സ്നേഹമാണ്. വീട്ടിൽ ഒരാൾ പോയ വേദനയിൽ എല്ലാവരും സംസാരിക്കാം. അതായത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഈ വലിയ സ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ, ഹൈസ്കൂളുകളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ബന്ധമാണ്. ഈ കലോത്സവ സമയങ്ങളിൽ മറ്റു പരിപാടികളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല ബന്ധം പുലർത്താറുണ്ട്. അവിടെയുള്ള ഒരു സ്റ്റാഫുകൾ ഇവിടെ വരാറുണ്ട്, ഇവിടെയുള്ള സ്റ്റാഫുകൾ അവിടെ അങ്ങനെ ഭയങ്കര ബന്ധം ഇവിടെ ഉള്ളവർ. പിന്നെ നാട്ടുകാരായിട്ടും ഭയങ്കര, ഇവിടുത്തെ ടീച്ചേഴ്സായാലും മാഷന്മാരായാലും ഭയങ്കര അടുത്ത് ബന്ധമാണ്. എന്ന് പറഞ്ഞാൽ ഒരു വീട്, ഒരു കുടുംബം പോലെയൊക്കെയാണ്. അതെ, അത് ഇന്നലെ പറയുന്നുണ്ടായിരുന്നു. അതായത് ഒരു ടീച്ചർ, ആ സ്കൂളിലെ ടീച്ചർ ആ സ്കൂളിലോട്ട് പോകുന്ന സമയത്ത് അവിടെ അടുത്തുള്ള വീടുകളിലൊക്കെ കയറി സംസാരിച്ച് അത്രയും ബന്ധമാണ് ഇവിടെയുള്ള ആൾക്കാർക്ക്. ഒരു വരുന്ന സമയം അല്ലെങ്കിൽ അത്രയും ഒരു കണക്റ്റാണ് പരസ്പരം അങ്ങോട്ട്. ഹർഷക നാട്ടുകാരനാണ്, ഈ സ്കൂളിൽ പഠിച്ചതാണ്. അപ്പോൾ ഇവരെയൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെയല്ല, ഹർഷക മാത്രമല്ല, ഇവിടെ ഒട്ടുമിക്ക നമ്മൾ സംസാരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇവരെയൊക്കെ വളരെ വ്യക്തിപരമായി നേർക്കുനേർ അറിയാവുന്ന ആൾക്കാർ തന്നെയാണ്. ഇവരുടെ എനിക്ക് തോന്നുന്നു നേരത്തെ ഹാഷ്മി പറഞ്ഞതുപോലെ തന്നെ ഈ അധ്യാപകർ ആ നാടിനെ സംബന്ധിച്ച് അവിടുത്തെ ഒരു കുടുംബാംഗം പോലെയാണ്. ഓരോ കുടുംബത്തിനും അവർക്ക് നേരിട്ടറിയാം, അവർക്ക് പരസ്പരം എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നവരുടെ. ഇപ്പോൾ ഒരു ടീച്ചറെ പറ്റി പറഞ്ഞ പോലെ ടീച്ചർ സ്കൂളിലേക്ക് വരുമ്പോൾ തന്നെ അടുത്ത വീടുകളിലൊക്കെ കയറി അവരോട് സംസാരിച്ച് വരുന്നതാണ്. അപ്പോൾ കുട്ടികളോട് മാത്രമല്ല ആ ടീച്ചർമാർക്കുള്ള ബന്ധം, ആ കുടുംബങ്ങളോടുകൂടി ബന്ധമുണ്ട്. അതുകൊണ്ട് നാടിനെ സംബന്ധിച്ച് അവർക്ക് ഏതോ ഒരു ജീവൻ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ആരുടെയെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടു എന്നതുപോലെ ഒരു വാർത്ത പോലെയോ അല്ല നാട്ടുകാർ കാണുന്നത്. അവരുടെ കുടുംബത്തിൽ ഒരു അംഗത്തെ നഷ്ടപ്പെട്ട വേദനയിലാണ്. പ്രത്യേകിച്ച് മലപ്പുറം പോലെയുള്ള ഒരു സ്ഥലത്ത്, അവിടുത്തെ ഗ്രാമത്തിലെ ഒരു സ്കൂൾ എന്ന് പറയുമ്പോൾ, അവിടുത്തെ അധ്യാപകർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അവർക്ക് ആ നേരത്തെ ആഷ്മി പറഞ്ഞതുപോലെ അവിടുത്തെ നാട്ടുകാരുമായുള്ള ഒരു ബന്ധത്തിൻ്റെ ഇഴയെടുപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എനിക്ക് തോന്നുന്നു 9 മണിയോടുകൂടിയാണ് മൃതദേഹങ്ങൾ അവിടെ എത്തിക്കുക എന്നാണ്. വിലാപയാത്രയായി ഇപ്പോൾ നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്, പാങ്ങിലേക്ക് തിരിച്ചിട്ടുണ്ട്. ആ വിലാപയാത്രയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വാഹനത്തിൽ അവരെല്ലാവരും ഒന്നിച്ച് സന്തോഷിച്ച് നീങ്ങി തിരിച്ച് 9 വാഹനങ്ങളിലെ അവരുടെ ചേതനയേറ്റ ശരീരങ്ങൾ കൊണ്ടുവരികയാണ്. ഒരു നാടിനെ സംബന്ധിച്ച്, നമ്മളെ സംബന്ധിച്ചൊക്കെ തന്നെ വലിയ വേദനയുണ്ടാക്കുന്ന ദൃശ്യങ്ങളും സംഭവങ്ങളുമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹാഷ്മി, ഇപ്പോൾ ഈ അവസാന സമയങ്ങളിൽ, അതായത് അവർ രാവിലെ 3 മണിക്ക് പുറപ്പെട്ടതാണ് ഇന്നലെ. അതിനുശേഷം പിന്നീട് അവർ ഒരു നിരന്തരമായ ഒരു കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്നു. അവരുടെ യാത്രയുടെ വഴികളിലൊക്കെ ആരെങ്കിലുമായിട്ട് അവർ കോണ്ടാക്ട് ചെയ്തിരുന്നു. ഇങ്ങനെ പിന്നീട് എന്ത് സംഭവിച്ചു, ഈ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ നാട്ടുകാർക്കോ അല്ലെങ്കിൽ ബന്ധുക്കൾക്കോ ഒക്കെ പറയാനുണ്ടോ? പിന്നെ 9 മണിക്കായിരിക്കും പൊതുദർശനം നടക്കുക എന്ന് മനസ്സിലാക്കുന്നു. ഈ അമ്പലപ്പറമ്പ് സ്കൂളിലാണ് അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത്, അല്ലേ ഹാഷ്മി? അതെ, അമ്പലപ്പറമ്പ് സ്കൂളാണ് അതിനോട് സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള യാത്രയിലാണ് 9 ആംബുലൻസുകളിൽ. അത് വളരെ വേഗതയിൽ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ആംബുലൻസുകൾ. സാധാരണഗതിയിൽ ഒരു 2-2.5 മണിക്കൂർ റൺ ടൈം ഉണ്ടെങ്കിൽ അതിനേക്കാൾ വളരെ വേഗതയിൽ. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 19 മിനിറ്റ് ആകുന്നു. ഒരു 8-8 ആകുമ്പോഴേക്കും 8 ആകുമ്പോഴേക്കും ഇങ്ങോട്ടേക്ക് എത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. 9 മണിക്ക് ആണ് ഇവിടെ പൊതുദർശനം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു മണിക്കൂർ പൊതുദർശനം ഒക്കെയാണ് ഇവിടെ ഉണ്ടാവുകയുള്ളൂ. അതിനുശേഷം ഈ പറയുന്ന മയ്യത്ത് നിസ്കാരമൊക്കെ പൂർത്തിയാക്കിയിട്ടുള്ള വരവാണ് ഇങ്ങോട്ടേക്ക്. അതുകൊണ്ട്
അത് കഴിഞ്ഞ് പിന്നെ വലിയ ചടങ്ങുകളൊന്നുമില്ല. വീട്ടിൽ പോയി നേരെ പള്ളിയിലെ കബറടക്കത്തിലേക്ക് നേരെ കടക്കുക എന്നുള്ളതാണ്. 3 പള്ളികളിലായിട്ടാണ് ഈ കബറടക്കങ്ങൾ നടക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് അവരൊക്കെ പറയുന്നത് അപകട മരണമാണ്. അതുകൊണ്ട് അധിക നേരം വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയാവില്ല എന്നുള്ള ഒരു നിഗമനത്തിലാണ് പെട്ടെന്ന് കബറടക്കം എന്നതിലേക്ക് അധികം വൈകാതെ ഒരുപാട് ലേറ്റാക്കാതെ പൊതുദർശനം പൂർത്തിയായ കബറടക്കം എന്നതിലേക്ക് എത്തുന്നത്. എന്തായാലും ഗോപി നേരത്തെ പറയുന്ന പോലെ ഇവരോട് ടൂറിന് പോകുന്ന കാര്യം ഒരുപക്ഷെ നാട്ടുകാർക്ക് മൊത്തത്തിൽ അറിയില്ലെങ്കിൽ കൂടിയും അവരവരുടെ ഗ്രൂപ്പുകൾ, അവരുടെ സ്കൂൾ ഗ്രൂപ്പുകളിലും അവരവരുടെ നാട്ടുകാരും സ്കൂളുകളിലുള്ള ഗ്രൂപ്പുകളിലൊക്കെ അവരുടെ ചിത്രങ്ങൾ ഇടുകയും അവരുടെ ഗ്രൂപ്പ് ഫോട്ടോ ഇടുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അവരുടെ എല്ലാവരും നമ്മൾക്ക് ടൂറിന് പോകുമ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഗ്രൂപ്പുകളിലൊക്കെ ആലോചിക്കുമ്പോഴാണ് വീണ്ടും ആ സങ്കടം ഇങ്ങനെ വരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.